കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. മലപ്പുറം ചങ്കരംകുളത്ത് നിന്ന് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത. കളിക്കുന്നതിനിടെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് കല്ല് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് മരിച്ചത്. ഈയിടെയായി നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു സ്ഥിരം വാർത്തയാണ് കുട്ടികൾ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടുന്നത്. അപ്പം ഇങ്ങനൊരു അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചോ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പിൽ പോവുകയോ അതേപോലെ തൊണ്ടയിൽ കുടുങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 1 ഇയർ അല്ലെങ്കിൽ ഒരു വയസ്സിന് ചുവടെയുള്ള കുട്ടികളുടെ തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഓബ്ജക്ട്സ് എന്തെങ്കിലും സാധനങ്ങളാണ് വായിൽ ഇട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് വിസിബിൾ ആണ്, തൊണ്ടയുടെ പിറകിലല്ല ഏറ്റവും മുന്നിൽ തന്നെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയേ യു ക്യാൻ ജസ്റ്റ് ട്രൈ വൺസ്. ഒരിക്കൽ നിങ്ങൾക്ക് നോക്കാം, എന്നിട്ട് ജസ്റ്റ് ട്രൈ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇനി മറിച്ച് അത് പിറകിലാണ്, തൊണ്ടയുടെ അടുത്താണെങ്കിൽ ഉള്ളിലോട്ടാണെങ്കിൽ ഒരു കാരണവശാലും കൈയിട്ട് എടുക്കാനോ ട്രൈ ചെയ്യാനോ പാടുള്ളതല്ല. ഇതിൻ്റെ ഇടയിൽ കുട്ടിയുടെ ബോധം പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താണോ കുട്ടിയുടെ ഹൃദയം നിലച്ചു പോയി കഴിഞ്ഞാലോ ശ്വാസം നിലച്ചു പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത് BLS എന്ന് പറയും, ബാഗ മാസ്ക് കൊടുക്കും, നമ്മുടെ CPR കൊടുക്കുന്ന പോലെ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കും. ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് എമർജൻസി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കുട്ടിയുടെ വായുടെ അകത്ത് വിസിബിൾ അല്ലാത്ത രീതിയിൽ അങ്ങ് ഉള്ളിലോട്ടാണ് എന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടിയെ തിരിച്ച് കമിഴ്ത്തി പിടിക്കുക. ജസ്റ്റ് കമിഴ്ത്തി ഇങ്ങനെ വെക്കുക, വായ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം, ഈ മുഖത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഈ ഒരു ആംഗിളിൽ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ ഇവിടെ ഒരു സ്കാപ്പുല എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏകദേശം ഈ ഏരിയ ആയിട്ട് വരും. പിറകിൽ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ നമുക്കൊരു 5 ബാക്ക് ത്രസ്റ്റ് എന്ന് പറയും, 5 ഇടി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 1 2 3 4 5 നമുക്ക് തിരിച്ച് കുട്ടിയുടെ വായിലേക്ക് നോക്കാം. സാധനം വന്നുള്ളത് ഈ വിസിബിൾ ആണ്, പുറത്തേക്ക് തരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഒന്നും ഇല്ല, കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ചെസ്റ്റിൻ്റെ മുന്നിലും ഇതേപോലെ 5 കംപ്രഷൻ കൊടുക്കാം. ഇതിൻ്റെ ഈ നിപ്പിൾ ലൈനിൽ 1 2 3 4 5. ഓക്കെ, ഇത് പിന്നെ വീണ്ടും ഇതൊന്നും കാണുന്നില്ല എന്നാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും ഒന്നും ഫോറിൻ ബോഡി അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്ത് വന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. 1 2 3 4